സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടിക ആയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ചുരുക്കപ്പട്ടികയിൽ നിന്നും ADGP MR അജിത്കുമാറിനെ ഒഴിവാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, സീനിയോറിറ്റി അനുസരിച്ച് ഒക്കെ തന്നെ പരിഗണിക്കപ്പെടേണ്ട ആളുകളുടെ, അതായത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും 3 പേരുടെ പട്ടികയാണല്ലോ അയക്കുന്നത്. അതിൽ ഏതൊക്കെ ആളുകളാണ്, പ്രധാനപ്പെട്ട ആളുകളാണ് മുൻഗണന അനുസരിച്ച് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്? അതിൽ എടുത്തു പറയേണ്ടത് 6ാമതുള്ള അല്ലെങ്കിൽ ആ പട്ടികയുടെയൊക്കെ തന്നെ ആ ക്രമപ്രകാരമുള്ളതാണെങ്കിൽ അവിടെ മുൻ ADGP MR അജിത്കുമാറിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി. അനന്തൻ, വിവരങ്ങൾ. പ്രജീഷ്, ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി, കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള ഉദ്യോഗസ്ഥരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെട്ട യോഗത്തിലാണ് ഈ തീരുമാനം. ചുരുക്കപ്പട്ടികയിലെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരുകളാണ് ഉള്ളത്. 6 ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചു നൽകിയത്. അതിൽ ADGP MR അജിത്കുമാറും ഉൾപ്പെട്ടിരുന്നു. MR അജിത്കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയിലേക്ക്, പരിഗണിക്കേണ്ടവരുടെ ചുരുക്കപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. MR അജിത്കുമാറിനെ ആ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സർക്കാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ MR അജിത്കുമാറിനെ 3 പേരുടെ ചുരുക്കപ്പട്ടികയിലേക്ക് കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. മാത്രമല്ല, ഇതോടെ MR അജിത്കുമാറിന് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള അവസരം ഇല്ലാതാവുകയാണ്. നിലവിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകളാണ് സംസ്ഥാനത്തിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഒരാളെയാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുക. അതിൽ നിതിൻ അഗർവാളിനും റവാഡ ചന്ദ്രശേഖരനുമാണ് സാധ്യത കൂടുതലുള്ളത്. യോഗേഷ് ഗുപ്തയുമായി സർക്കാർ അത്ര രസത്തിലല്ല. അതുകൊണ്ട് യോഗേഷ് ഗുപ്തയെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. അതിൽ നിതിൻ അഗർവാളിനെയോ അതല്ലെങ്കിൽ റവാഡ ചന്ദ്രശേഖരനെയോ പരിഗണിച്ചേക്കും. നിതിൻ അഗർവാൾ നിലവിൽ സംസ്ഥാന ഗതാഗത സുരക്ഷാ കമ്മീഷണർ എന്ന പോസ്റ്റിലാണ് ഉള്ളത്. നേരത്തെ BSF ഡയറക്ടർ ജനറൽ ആയിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി ഇപ്പോൾ സംസ്ഥാന സർവീസിലുണ്ട്. റവാഡ ചന്ദ്രശേഖരൻ നേരത്തെ മുതൽ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൂടി ഉൾപ്പെട്ടയാളാണ്. മുൻപ് നടന്ന കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അന്ന് കണ്ണൂർ ASP ആയിരുന്നു. ആ വെടിവെപ്പിന് നേതൃത്വം നൽകിയത് റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു. അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെടുകയും ചെയ്തു. 2012 ഹൈക്കോടതി റവാഡ ചന്ദ്രശേഖരനെ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഏതായാലും ഈ 3 പേരുകളിൽ നിതിൻ അഗർവാളിന് കൂടുതൽ സാധ്യത എന്ന് തന്നെ പറയാം. അനന്തകൃഷ്ണൻ, കഴിഞ്ഞ ആഴ്ചയാണ് റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിയോട് സന്നദ്ധത അറിയിച്ചതായി ഒട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ അപ്രകാരം അങ്ങനെ ഈ ഒരു കേസിന്റെ പേരിൽ ഒരു മാറ്റി നിർത്തപ്പെടാനുള്ള സാധ്യതയാണോ അങ്ങനെയെങ്കിലും കാണുന്നത്? അതല്ല, ഈ പട്ടിക അനുസരിച്ചാണെങ്കിൽ 3 പേരുടെ ഏറ്റവും യോഗ്യനായ രീതിയിൽ അങ്ങനെയെങ്കിൽ നിതിൻ അഗർവാളിന്റെ പേരിനായിരിക്കുമോ കുറച്ചുകൂടി മുൻതൂക്കം ലഭ്യമാവുക? അങ്ങനെയെങ്കിൽ റവാഡ ചന്ദ്രശേഖർ നേരത്തെ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കാണുകയും ചീഫ് സെക്രട്ടറിയെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം നേരിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. നിലവിൽ IB-യിലാണ് റവാഡ ചന്ദ്രശേഖർ. അതുകൂടാതെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി, സുരക്ഷാ വിഭാഗം ക്യാബിനറ്റിന്റെ സുരക്ഷാ വിഭാഗം സെക്രട്ടറി ആയിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഓഗസ്റ്റ് 1 ചുമതലയേൽക്കണമെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഇവിടെ പരിഗണിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ തന്നെ തുടരാനും കഴിയും. നിതിൻ അഗർവാൾ ഇപ്പോൾ സംസ്ഥാനത്ത് സർവീസിൽ തുടരുന്നുണ്ട്. യോഗേഷ് ഗുപ്ത നിലവിൽ ഫയർഫോഴ്സ് മേധാവിയാണ്. നേരത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സംബന്ധിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 6 പേരുടെ പട്ടികയിൽ, സംസ്ഥാനം നൽകിയ 6 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് 2 ഉദ്യോഗസ്ഥർ DGP റാങ്കിലുള്ള മനോജ് എബ്രഹാമും സുരേഷ് രാജ് പുരോഹിതുമാണ്. സുരേഷ് രാജ് പുരോഹിതിനെയും പരിഗണിച്ചില്ല. മനോജ് എബ്രഹാമിനെ ഇത്തവണ ഈ 3 പേരുടെ ചുരുക്കപ്പട്ടികയിലേക്ക് പരിഗണിച്ചിട്ടില്ലെങ്കിലും 2031 വരെ മനോജ് എബ്രഹാമിന് സർവീസ് ഉണ്ട്. അതുകൊണ്ട് മനോജ് എബ്രഹാമിന് ഇനി ഒരു അവസരം കൂടി ലഭിക്കും. നിലവിലുള്ള ചുരുക്കപ്പട്ടികയിലെ 3 ഉദ്യോഗസ്ഥർക്കും അടുത്ത വർഷം വരെയാണ് വിരമിക്കാനുള്ള സമയം. ഇവരിൽ ആരെ ആക്കിയാലും 2 വർഷത്തേക്ക് സർവീസ് ദീർഘിപ്പിച്ച് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്.